ഹലോ ഗൈസ്, നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്, ഫിഷിങ്ങിന് വന്നിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് ആവശ്യമുണ്ട് കേട്ടോ. എടുത്തോണ്ടിരിക്കുമ്പോഴേ മീനൊക്കെ മറിയുക. വെയിൽ കുറവാണ് ഇപ്പോൾ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ മോഡലായിട്ട് നിൽക്കുന്നത്. ഇതിങ്ങനെ കറങ്ങി അങ്ങ് മേളിലോട്ട് അങ്ങ് പോവും. അപ്പം അങ്ങ് പോകണം നമുക്ക്. ഇവിടം വരെ നോക്കി അങ്ങ് പോകാം. അപ്പം എങ്ങനെയാ, നിങ്ങളും കൂടുതൽ കൂടുമല്ലേ? നമുക്കത് അടിപൊളി ഫിഷിങ് അങ്ങ് കാഴ്ച വെച്ചേക്കാം. എന്തൊക്കെ കിട്ടും ഇതൊന്നും അറിയത്തില്ല നമുക്ക്. വെള്ളം കണ്ടോ കിടക്കുന്നത്, ഭയങ്കര ഡാർക്ക് സീനാണ്, കലങ്ങി മറിഞ്ഞാണ് കിടക്കുന്നത്. എന്തായാലും കിട്ടിയാൽ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കൂടുതൽ പോരുക. കമോൺ. കയറി കഴിച്ചു. അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളി ഒരു ഷൂട്ട്. വെള്ളത്തിനടിയിൽ പോയി പമ്മി നിൽക്കുക. നമ്മളെ കാണാതെ നമ്മൾ വിടുവോ? കൊടുത്തില്ല നമ്മൾ പണി. കാണിക്കട്ടാവേ തന്നെ എന്താ അടിപൊളി ഒരു സിലോപ്പി. ഓക്കെ, നമുക്ക് അടുത്ത വല്ലവരും കിട്ടുമോ നോക്കാം. പുല്ലനാണെന്ന് തോന്നുന്നു കയറിയിരിക്കുന്നത്. അതും പുല്ലനാണെന്ന് തോന്നുന്നു. എവിടെ പോവാണ്? അതും പുല്ലന. പുല്ലനല്ല കേട്ടോ ഇത്. അയ്യോ, രോഹുവിൻ്റെ കുഞ്ഞ. ഇതേ ഗൈസ്, രോഹുവിൻ്റെ കുഞ്ഞ്. ക്യാമറ ഓണാണോ നോക്കട്ടെ. ഓക്കെ, ഓണാണേ. ഇതേ പുല്ലനാണെന്ന് ഓർത്ത് അടിച്ചതാണേ. പുല്ലനത് ശരിക്കും മീനെ കണ്ടില്ല. രോഹുവിൻ്റെ കുഞ്ഞായത് കണ്ടോ. അടിപൊളി. ആദ്യമായിട്ടാട്ടോ എനിക്ക് സ്ലിംഗ്ഷോട്ട് ഇത് കിട്ടുന്നത്. രോഹു അല്ലെങ്കിൽ കാർപ്പ് ഐറ്റത്തിൽപ്പെട്ട ഈ രോഹു, കട്ടള അങ്ങനെയുള്ള മീനുകളിൽ ഇതിനെ കിട്ടുന്നത്. അങ്ങനെ രോഹുവിനെ കിട്ടി ആദ്യമായി. കുറച്ചു നേരമായിരുന്നു ഞാൻ അവനെ ട്യൂൺ ചെയ്ത് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കുറച്ചു നേരം ഇവനെ ട്യൂൺ ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. അടി കറക്റ്റ് സെൻറ്റർ ഷൂട്ട്. പൊങ്ങും താഴും ഈ കളിയാണ് ഉച്ച കള്ളൻ. ഇത് അടിപൊളി ഒരു സിലോപ്പി കേട്ടോ. ഓക്കെ, സൂപ്പറല്ലേ? ഉണ്ടോ?
അടി അപ്പുറത്ത് പോയില്ല, അത്ര നല്ല ലോങ്ങാണ്. അങ്ങ് നിൽക്കുന്നതുണ്ടോ അറ്റത്ത്. അതൊക്കെ നമുക്ക് അടുത്ത കൊല്ലം കിട്ടുമെന്ന് നോക്കാവേ. കയറി മീൻ കയറി. അയ്യോ, ഇത് പുല്ലനാണോ ഇപ്പിടുത്തം പിടിക്കുന്നത് എൻ്റെ പൊന്നെ. ഒരു പുല്ലൻ്റെ പിടുത്തമായത്. അയ്യോ, ആ പുല്ലനെ ഒന്ന് കണ്ടു നോക്കി, എന്നാലും അറിയാം പിന്നെ പിടിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. ഈ പുല്ലനെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതിനൊക്കെ ഈ പിടുത്തം പിടിച്ചില്ലെങ്കിലല്ലേ അത് ചെയ്യിക്കാനുള്ളൂ. എൻ്റെ കൈക്കകത്ത് ഒതുങ്ങുന്നില്ല. ഈ ടൈപ്പ് സാധനം ഇതിനകത്ത് കിടക്കുന്നത് ഉണ്ടോ? ഇത്രയും കൈ, 2 വിരലിൻ്റെ ഗ്യാപ്പ ഒരു പുല്ലിനെ പിടിച്ചിട്ട്. അപ്പോൾ എന്നാ പുല്ലിനാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഓക്കെ, ഇവനെ കൊണ്ടേ ബാഗിലിടാം. 3 പുല്ലിനെ പിടിച്ചിടുമ്പോൾ ബാഗ് ചുമക്കാൻ വേറെ ആളെ പിടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഉണ്ടോ സൈസ് വേണം. നമുക്ക് പിന്നെ ബാഗിനകത്തിടാം. ഓ ഹലോ ഗൈസ്, ഇത് നമ്മൾ ഫിഷിങ് കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ മീനാണ് കേട്ടോ. ഇത്ര 1, 2, 3, 4, 5 സിലോപ്പിയ. അല്ല പൊളപ്പം സിലോപ്പിയ. ഇതൊക്കെ ഒരു 1,200 തൂക്കം കാണും. ഹെവി സാധനം. അതുപോലെ പുല്ലിൻ്റെ വലിപ്പം കണ്ടോ, 1 കിലോ ഉണ്ടായിരിക്കും ഈ പുല്ലിനൊക്കെ. ഉണ്ടോ? നമുക്ക് ഒരുപാട് നാൾ കൂടി പതിവില്ലാതെ കിട്ടിയതാണ് കേട്ടോ. രോഹുവിൻ്റെ കുഞ്ഞ് ഉണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഉടനെ ചാനലിൽ വരും, കാണാൻ മറക്കരുത് കേട്ടോ. അടിപൊളി ഷൂട്ടുകൾ. അപ്പോൾ ഓക്കെ, ഇത് 2 പാർട്ടായിട്ടേ ഇടുകയുള്ളൂ. ഒറ്റ വീഡിയോ ഇട്ടാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അപ്പോൾ ഓക്കെ, ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈൻ ഓഫ്. ഓക്കെ.